ചിരിയുടെ സുൽത്താൻ സലീം കുമാറിന് സ്മരണാഞ്ജലി. സലീം കുമാറിൻ്റെ കുറച്ച് ഭാവങ്ങൾ ഞാനിവിടെ കാണിക്കുന്നുണ്ട്. മികച്ച ഒരു ഹാസ്യനടൻ മാത്രമല്ല, സ്വഭാവ നടൻ കൂടിയാണ്. അച്ഛനുറങ്ങാത്ത വീട്, ആദാമിൻ്റെ മകൻ അബു എന്നീ സിനിമകൾക്ക് ദേശീയ പുരസ്കാരം കിട്ടിയിട്ടുണ്ട്. പിന്നെ പുലിവാൽ കല്യാണം, അതിലൊക്കെ നല്ല നല്ല ചിരിപ്പിക്കുന്ന രംഗങ്ങളുണ്ട്. പറ്റിയാൽ അത് വിവരിക്കാട്ടോ. ഇവിടെ തിളക്കത്തിലെ കുറച്ചു കോമഡി രംഗങ്ങൾ കാണാം. ഷർട്ട് കീറിയത് തയ്ക്കാനായിട്ട് ഹരിശ്രീ അശോകൻ്റെ തയ്യൽക്കടയിൽ കൊണ്ടുവരുന്നതാണ്. ഷർട്ടൂരി അശോകൻ്റെ കയ്യിൽ കൊടുക്കുകയാണ് തയ്ക്കാനായിട്ട്. ഷർട്ട് കീറിയത് എങ്ങനെയെന്ന് വിവരിക്കുന്നു. അശോകൻ വളരെ രസത്തോടുകൂടി അത് കേട്ടിരിക്കുകയാണ്. സലീം കുമാറിൻ്റെ പാർട്ടീഷൻ്റെ കാര്യമാണ് വിവരിക്കുന്നത്. മറ്റുള്ളവരുടെ അടിപിടിയിൽ സന്തോഷിക്കുന്ന ആളാണ് ഹരിശ്രീ അശോകൻ. സലീം കുമാറാണെങ്കിൽ വളരെ വിവരിച്ച് കൊണ്ട് ഒരു പോലീസുകാരനോട് ഒരു ഡ്രസ്സ് തയ്ക്കാനായിട്ട് കൊണ്ടുവന്ന് ഇട്ടിരുന്നു, തുണി. അത് കണ്ടോ, പാർട്ടീഷൻ്റെ കാര്യങ്ങൾ പറഞ്ഞ് മുറിക്കുകയാണ്. സ്ഥലം മുറിച്ച കാര്യങ്ങൾ, വീതിച്ച കാര്യങ്ങളാണ് ആ വിവരിക്കുന്നത്. ആർലിങ്സ് വഴി പോയി, പിന്നെ കുറച്ച് സ്ഥലമുള്ളത് കുളമാണ്, അപ്പോൾ വീട് വെക്കാൻ പറ്റില്ല, പിന്നെ പെങ്ങന്മാർക്ക് കൊടുക്കണം, അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഹരിശ്രീ അശോകനും ചോദിക്കുന്നുണ്ട്, പെങ്ങന്മാരെല്ലാം പറമ്പ് നിറഞ്ഞ് നിൽക്കുകയാണോ എന്നെല്ലാം ചോദിക്കുന്ന രംഗങ്ങളുണ്ട്. ഹരിശ്രീ അശോകൻ എന്നൊക്കെ ഞാൻ പറയുന്നു, പക്ഷേ കഥാപാത്രം കടുവ എന്ന മറ്റെയാണ്. ഇത് സലീം കുമാറിൻ്റെ പേര് കണ്ണൻ എന്നാണെന്ന് തോന്നുന്നു. അത് കഴിഞ്ഞ് അളിയൻ വന്ന വിശേഷവും പറയുന്നുണ്ട്. ദിലീപാണ് അളിയൻ തിളക്കത്തിൽ. അപ്പോൾ അളിയൻ വരുമ്പോഴത്തേക്കും അവിടെ പോയ സന്തോഷം. അപ്പോൾ പരദൂഷണം പറഞ്ഞും കൊടുക്കുന്നുണ്ട് കേട്ടോ അശോകൻ. അളിയൻ വന്നിട്ടുണ്ട്, വേഗം ചെല്ല്, വലിയ എക്സ്പോർട്ടിങ് കമ്പനിയാണ് അളിയന്, മുണ്ട എക്സ്പോർട്ടാണെന്നൊക്കെ. ഇത് കേട്ട അളിയൻ സലീം കുമാറിന് സന്തോഷമായി പോകാനൊരുങ്ങുന്നു. പരദൂഷണം പറഞ്ഞ് പിരികേറ്റിയ അശോകനും വളരെ സന്തോഷത്തോടുകൂടി യാത്ര പറഞ്ഞയക്കുന്നു. അത് കഴിഞ്ഞ് തിരിഞ്ഞു നോക്കുമ്പോഴാണ് ഈ പോലീസുകാരൻ്റെ ഡ്രസ്സ് മുഴുവൻ വെട്ടിയിട്ടുണ്ടാവും. അതൊന്നും ഇവിടെ കാണിച്ചിട്ടില്ല കേട്ടോ. വീട്ടിൽ ചെല്ലുന്ന രംഗമാണ് തിളക്കത്തിൽ. അളിയ അളിയ എന്നും പറഞ്ഞ് വിളിച്ചിട്ടുണ്ട് സലീം കുമാർ ചെല്ലാണ്. അപ്പോൾ അളിയന് കുറച്ച് തകരാറാണ്. നിങ്ങൾ കണ്ടിട്ടുണ്ടാകുമല്ലോ തിളക്കം, കണ്ടോ? ആ രംഗങ്ങളൊക്കെയാണ് നമുക്കിപ്പോൾ സലീം കുമാറിൻ്റെ അഭിനയമാണ് കാണേണ്ടത്. നിങ്ങളിതൊക്കെ കാണൂ. ഇത് പുലിവാൽ കല്യാണത്തിൽ പടക്കം പൊട്ടിച്ച് ജീവിക്കുന്ന ഒരു സാധാരണക്കാരൻ പിന്നീട് ഒരു വലിയ ബിസിനസ്സുകാരൻ എന്ന വ്യാജേന അദ്ദേഹം കാണിച്ചു കൂട്ടുകയാണ്. ജയസൂര്യയും കാവ്യ മാധവനൊക്കെയാണ് പ്രധാന വേഷമെങ്കിലും സലീം കുമാറാണ് കലക്കുന്നുണ്ട്. അതിവിടെ കാണാം. സലീം കുമാറിൻ്റെ ഡയലോഗ് സലീം കുമാർ തന്നെ പറഞ്ഞാൽ അതിൻ്റെ ഭംഗി കിട്ടുകയുള്ളൂ. ഒന്നിനൊന്ന് മെച്ചപ്പെട്ട കൗണ്ടറുകളും ഭാവങ്ങളുമാണ്. പ്രപഞ്ചഗീതിയുടെ സിനിമാ വിശേഷങ്ങളിൽ ഇനി സലീം കുമാറിനെ നേരിട്ട് നമുക്ക് കാണാൻ പറ്റില്ലല്ലോ, അഭിനയിക്കുന്നതൊന്നും കാണാൻ പറ്റില്ലല്ലോ. അദ്ദേഹത്തിൻ്റെ കുറച്ച് ഭാവങ്ങളൊക്കെ പടങ്ങൾ ഞാനിവിടെ ഇടാം കേട്ടോ, കാണൂ. ഇനി നമുക്ക് നേരിട്ട് അഭിനയിക്കുന്നതൊന്നും കാണാനായിട്ട് പറ്റില്ല. സിനിമയിൽ ആ ചിരി മാഞ്ഞു പോയി, മൗനമായി. ലാഫിംഗ് വില്ലയിൽ ചിരി അസ്തമിച്ചു. ധാരാളം സിനിമകളുണ്ട്, എല്ലാം കാണിക്കാൻ പറ്റില്ലല്ലോ. നമുക്ക് മായാവിയിലെ രംഗങ്ങൾ കാണാം. കണ്ണശ്രാങ്കിനെ അന്വേഷിച്ച് ചെല്ലുന്നു. പട്ടച്ചാരായത്തിൻ്റെ മണം പിടിച്ചങ്ങ് പോയാൽ മതി. പട്ടച്ചാരായത്തിൻ്റെ മണം പിടിച്ച് നടന്നു നീങ്ങുന്നു. എത്തി കണ്ടില്ലേ പട്ടച്ചാരായം. അവർ വീക്ഷിക്കുന്നു. പട്ടച്ചാരായം
കുടിക്കുന്നത്. ഇവിടെയെല്ലാം വീരവാദങ്ങളാണ് കേട്ടോ, വലിയ വലിയ വാദങ്ങളും ഒക്കെയാണ് പറഞ്ഞ് വയ്ക്കുന്നത്. വീമ്പടിക്കൽ എന്നൊക്കെ പറയില്ലേ, അതുപോലെ. ഇതെല്ലാം കേട്ടുകൊണ്ട് മായാവി വീരവാദം അങ്ങനെ ആസ്വദിച്ച് കേൾക്കുക. ചിരിക്കുമ്പോൾ ചിരിക്കരുതെന്നൊക്കെ പറയുന്ന രംഗങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ നിങ്ങൾ സിനിമയിൽ നേരിട്ട് കണ്ടോളൂ. ഇതാ കണ്ട, വലിയ വാദങ്ങളാണ് അടിച്ച് കലക്കുന്നത്. ഇത് ബോട്ട് ശ്രാങ്കാണ്, കണ്ണൻ ശ്രാങ്ക്. പ്രപഞ്ചഗീതിയുടെ വിവരണങ്ങളാണ് നിങ്ങൾ കേൾക്കുന്നത്. ഇനി എന്താ നടക്കുന്നതെന്ന് നോക്കാം. എന്താണെന്ന് നമുക്ക് ശ്രദ്ധിച്ച് നോക്കാം. എന്താണാവോ, ഒരു കരയുന്ന ഒച്ചയൊക്കെ കേൾക്കുന്നുണ്ട്. നല്ല കൊടുക്കൽ കൊടുത്തു എന്ന് തോന്നുന്നു മമ്മൂട്ടി. മാന്യന്മാരുടെ ഒപ്പയിരുന്ന് വീശാം എന്നൊക്കെ പ്രോത്സാഹിപ്പിക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ ഇതിൽ. ചിരിക്കും, ചിരി എന്താണാവോ, കരയണൊച്ചയും ബഹളവും കൊടുക്കുന്നുണ്ട് നല്ലതായിട്ട്. കണ്ണൻ ശ്രാങ്കിൻ്റെ പട്ടച്ചാരായം എല്ലാം കെട്ടടങ്ങിയിട്ടുണ്ടാവും ആ ഇടിയുടെ ആഘാതത്തിൽ. ഇനി അടുത്തത് എന്താണെന്ന് നോക്കാം. എന്തൊക്കെയോ ധാരാളം സിനിമകളുണ്ടല്ലോ. മീശ മാധവനിൽ മുകുന്ദൻ ഉണ്ണി വക്കീലായിട്ടാണ് തകർത്താടുന്നത്. കേസ് ജയിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം കാണിക്കുന്ന തമാശകളും കോടതിയിലെ സീനുകളുമാണ്. ഈശ്വര വഴിപാടുകൾ ഒക്കെ ഞാൻ മാറ്റി വെച്ചിരിക്കുകയാണ്. ഡയലോഗുകൾ കേൾക്കാനായിട്ട് പറ്റില്ലല്ലോ, ഞാനല്ലേ പറയുന്നത്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള അത് ലാൽ ജോസ് സംവിധാനം ചെയ്ത ഈ സിനിമയിലെ വൻ വിജയമായിരുന്നു. അത്രയ്ക്ക് മനോഹരമാണ് രംഗങ്ങൾ. എന്തൊക്കെയോ ഗോഷ്ഠികളും ഒക്കെയുണ്ട്, നടത്തുന്നുണ്ട്. അത് നിങ്ങൾ നേരിട്ട് കാണണം, കേൾക്കണം, എന്നാലേ അതിൻ്റെ ആ ഒരു ഭംഗി കിട്ടുള്ളൂ. ഇനി നമുക്ക് ഇങ്ങനെയൊക്കെ കാണാം. കുറച്ച് ഭാഗങ്ങൾ കൂടി ഞാൻ കാണിക്കാം കേട്ടോ. കാണിക്കണമെന്ന് ആഗ്രഹമുള്ളതുകൊണ്ട് കാണിക്കുകയാണ്. നിങ്ങൾക്കും ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു. പറ്റിയാൽ ഞാൻ ഷോർട്ടിൽ ഡയലോഗോടുകൂടി ഇടാം. എങ്ങനെയെങ്കിലും കേസ് ജയിക്കണമല്ലോ, അതിനുള്ള വാചക കസർത്താണ്. അല്ലാതെ തന്നെ വക്കീലന്മാരങ്ങനെയാണല്ലോ വാദിക്കുന്നതൊക്കെ. എങ്ങനെയുണ്ട്, ഇഷ്ടപ്പെടുന്നുണ്ടോ? ജസ്റ്റ് റിമെമ്പർ ദാറ്റ്. ഇനി മൈക്കൽ ജാക്സൺ വേഴ്സസ് ഡാൻസ് മാസ്റ്റർ വിക്രം. അതിലും ഡയലോഗ് ഞാൻ ഷോർട്ട് ഇട്ടിട്ടുണ്ടെന്ന് തോന്നുന്നു. വീഡിയോ ഇടുന്നതിൻ്റെ നിയമങ്ങളൊക്കെ പഠിച്ചു വരുന്നേ ഉള്ളൂ കേട്ടോ. അതുകൊണ്ട് ഇതെങ്ങനെയാണ് വരുന്നതെന്നൊന്നും എനിക്കറിയില്ല. ഇത് ആദാമിൻ്റെ മകൻ അബു ദേശീയ പുരസ്കാരം കിട്ടിയതാണ്. ഇതൊക്കെ എന്താണെന്ന് എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല. എങ്ങനെയെങ്കിലും കുറച്ച് നിങ്ങളെ ഇതെല്ലാം കാണിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. എന്താണ് ഇനിയൊരു പാണ്ടിപ്പട എന്ന് പറഞ്ഞൊരു ഫിലിമുണ്ട് കേട്ടോ. തമിഴ്നാടിൻ്റെ പശ്ചാത്തലത്തിലാണ് ആ സിനിമ. ഭാസ്കരൻ എന്ന കഥാപാത്രമായിട്ടാണ് സലീം കുമാർ അഭിനയിച്ചിരിക്കുന്നത്. തമിഴ്നാടിൻ്റെ പശ്ചാത്തലത്തിൽ ഒരുക്കിയ ഈ സിനിമയിൽ ഗുണ്ടകളുടെ ഇടയിൽ പെട്ടുപോകുന്ന പാവം മലയാളി ഭാസ്കരൻ സഹായിയായി തീരുന്നതാണ് ഇതിലെ രംഗങ്ങൾ. ഇതിലെയും കോമഡികൾ നിങ്ങൾക്ക് കാണാം എന്തൊക്കെയാണ്. അപ്പോൾ ഇത് ഒരിക്കൽ കൂടി നിങ്ങൾക്ക് ഈ രംഗങ്ങളെല്ലാം പ്രപഞ്ചഗീതിയിലൂടെ കാണാൻ പറ്റി ഞാൻ സന്തോഷിക്കുകയാണ്. പ്രപഞ്ചഗീതിയിലൂടെ കാണിച്ചിട്ടുണ്ട്, പക്ഷേ ഡയലോഗെല്ലാം ഷോർട്സിലൊക്കെ ഇടാനായിട്ട് ശ്രമിക്കാം. സലീം കുമാറിൻ്റെ കോപ്രായങ്ങൾ അങ്ങനെ പറയില്ലേ നമ്മൾ, കോപ്രായം, നല്ല കോപ്രായം എന്നൊക്കെ. അതെല്ലാം കണ്ടപ്പോൾ എനിക്കും തോന്നി ഒരു വീഡിയോ ഇടണമെന്ന്. അതിലും എൻ്റേത് പിന്നെ അങ്ങനെ നിങ്ങൾ കരുതിയാൽ മതി. വീഡിയോ ആദ്യമായിട്ട് ചെയ്ത് നോക്കുകയാണ്, ഇങ്ങനെ ഒരു സിനിമ ക്ലിപ്സൊക്കെ എടുത്തിട്ട് ചെയ്ത് നോക്കുകയാണ്.
ഇപ്പോൾ ചിരിയുടെ സുൽത്താന് ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് ഈ വീഡിയോ ഞാൻ നിർത്തുകയാണ്. സാധിക്കുമെങ്കിൽ മറ്റൊരു വീഡിയോയുമായിട്ട് വരാം. ഷോർട്സിലൂടെ കാണിക്കാം. സിനിമ ഇനി ഞാൻ ഇതൊന്നും ഇടുന്നില്ല കേട്ടോ. ഞാൻ വേറെ പ്രധാനപ്പെട്ട വേറെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അപാകതകളെല്ലാം ക്ഷമിക്കുക, അഭിപ്രായങ്ങളിടുക, അല്ലെങ്കിൽ വെറുതെ കണ്ടുപോവുക. നിങ്ങളുടെ അനുഗ്രഹങ്ങളെല്ലാം പ്രതീക്ഷിച്ചുകൊണ്ട് കുപ്പുകൈയോടെ ലക്ഷ്മി ശിവ്. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.